cannot hack me. You know why? Come. ഏകദേശം 350 മില്യണോളം ആൾക്കാർ ഇന്ന് ഡേറ്റിംഗ് ആപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഈ വേൾഡ് പോപ്പുലേഷന്റെ 4% വരും. പക്ഷേ ഇതിൽ ഒളിഞ്ഞിരിക്കാവുന്ന റിസ്കുകളെ പറ്റി ആരും തന്നെ ബോധേഡല്ല. ഈ ഒരു വീഡിയോ ആ റിസ്കുകളെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തേത് പുവർ ഡേറ്റ സെക്യൂരിറ്റി. പേരൊന്നും കേട്ട് നിങ്ങൾ ഞെട്ടണ്ട. പല ഡേറ്റിംഗ് ആപ്സിലും നിങ്ങൾ രജിസ്റ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന നെയിം, അഡ്രസ് ഇതെല്ലാം ഇവർ അടിച്ചോണ്ട് പോകും. ആരാ? ഹാക്കേഴ്സ്. ലോകത്തിന്റെ പല കോണിലിരുന്ന് ഇവർ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നതെന്ന് ആർക്കും അറിയില്ല. ചിലപ്പോൾ തീവ്രവാദ സംഘടനകൾക്ക് വരെ നിങ്ങളുടെ ഡേറ്റ കൈമാറിയെന്ന് വരാം. വിശ്വാസം വരുന്നില്ലല്ലേ? 2021 6.9 ബില്യൺ റുപ്പീസ് ആണ് ഹാക്കിംഗ് വിക്ടിംസിന്റെ നിന്ന് നഷ്ടമായിരിക്കുന്നത്. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? സെക്കൻഡ് വൺ ഇസ് ഐഡന്റിറ്റി തെഫ്റ്റ്. നേരത്തെ ഞാൻ കുറച്ച് പേഴ്സണൽ ഡീറ്റെയിൽസിന്റെ കാര്യം നിങ്ങളോട് പറഞ്ഞല്ലോ. അതേപോലെ ആപ്പ് സബ്സ്ക്രിപ്ഷന് വേണ്ടി നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ് യൂസ് ചെയ്യാറുണ്ടോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ആ ഒരു ആപ്പ് പ്രൊട്ടക്റ്റഡ് അല്ല എന്നുണ്ടെങ്കിൽ മേ ബി അതും ഹാക്ക് ചെയ്യപ്പെടാനുള്ള ചാൻസസ് ഉണ്ട്. ഹാക്ക് ചെയ്യപ്പെടുവാണെങ്കിലോ നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ് ഉൾപ്പെടെ അവർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അൺഓതറൈസ്ഡ് പർച്ചേസസും ലോൺസും ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ നഷ്ടപ്പെടാനുള്ള ചാൻസും അവിടെയുണ്ട്. അപ്പൊ അതുകൊണ്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കുക എന്തൊക്കെയാണ് അതിൽ എഴുതിയിട്ടുള്ളത് എന്ന്. ചുമ്മാ സ്ക്രോൾ ചെയ്തിട്ട് ചെക്ക് ചെയ്ത് സബ്മിറ്റ് ബട്ടൺ കൊടുക്കുന്നതിനെക്കാട്ടി ബെറ്റർ അല്ലേ അത്? അടുത്തൊരു കാര്യം, സെല്ലിംഗ് യുവർ ഡേറ്റ ടു ക്രിമിനൽസ്. നാളെ നിങ്ങളുടെ വീട്ടിൽ പോലീസ് വരിക, ഡൊണാൾഡ് ട്രംപിനെ നിങ്ങൾ വിളിച്ച് ചീത്ത പറഞ്ഞു. സത്യമാണോ? അല്ല, നമ്മൾ അറിഞ്ഞിട്ട് കൂടി ഉണ്ടാവില്ല. കാര്യം നിങ്ങളുടെ ഡേറ്റ മിസ്യൂസ് ചെയ്ത് വേറൊരാൾ ചെയ്ത ക്രൈമിനായിരിക്കും നിങ്ങൾ അവിടെ ജയിലിൽ പോകാൻ ചാൻസസ് ഉള്ളത്, അല്ലേ? ചിലപ്പോൾ ആ കേസിൽ നിങ്ങൾ രക്ഷപ്പെട്ടേക്കാം, പക്ഷെ കുറച്ച് ദിവസമെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ടായോ? അടുത്തതായി ഫിഷിംഗ് അറ്റാക്സ്. സോ ഫിഷിംഗ് അറ്റാക്സ് എന്ന് പറയുന്നത് മീൻപിടുത്ത കാര്യമൊന്നുമല്ല കേട്ടോ. PHISHING ആണ് ഇവിടുത്തെ സ്പെല്ലിംഗ്. സോ ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഒരു വെബ്സൈറ്റിലേക്ക് നമ്മൾ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടെ പാസ്വേഡും യൂസർ ഐഡിയും ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ പാസ്വേഡ് എപ്പോഴും നല്ല ഡോട്ട് എന്നുള്ള രീതിയിലാണല്ലോ എൻ്റർ ചെയ്യുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? പാസ്വേഡ് മാസ്ക് ചെയ്തിരിക്കുകയാണ്, അല്ലെ? സോ ഇങ്ങനെയുള്ള യൂസർ നെയിമും പാസ്വേഡും ഒക്കെ അറ്റാക്കേഴ്സ് എന്ത് ചെയ്യും? ആക്സസ് ചെയ്യാനായിട്ട് ശ്രമിക്കും, അല്ലെങ്കിൽ അതിനെ ഹാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് ഫിഷിംഗ് അറ്റാക്സ് എന്ന് പറയുന്നത്. അതേപോലെ പല വെബ്സൈറ്റുകളിലും നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചാറ്റ്സിനകത്തിൽ ഒരു ലിങ്ക് വരും. ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓഫേഴ്സ് കിട്ടുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലിപ്കാർട്ട് വളരെ 1 രൂപയ്ക്ക് സാധനങ്ങൾ കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ലിങ്ക്സ് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. സോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ അക്കൗണ്ട് പൂർണ്ണമായും അവർക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വേറൊരു സാഹചര്യം കൂടി പറഞ്ഞു തരാം. ചിലപ്പോൾ നിങ്ങൾ ഡേറ്റിംഗ് ആപ്പ് ഒന്നും യൂസ് ചെയ്യുന്നില്ലായിരിക്കും, പക്ഷെ നിങ്ങളുടെ ഫ്രണ്ട് ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്ന ഒരാളായിരിക്കും. അവരുടെ ഡേറ്റ ഹാക്കേഴ്സിന്റെ കയ്യിൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വാട്സാപ്പിലോ പേഴ്സണൽ മെസ്സേജ് ആയിട്ടോ അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് പൈസ വേണം, എനിക്കൊരു മെഡിക്കൽ എമർജൻസി ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അതൊന്ന് കൺഫേം ചെയ്യുക. റിയൽ ആയിട്ടുള്ള നിങ്ങളുടെ ഫ്രണ്ട് തന്നെയാണോ എന്നുള്ളത് കൺഫേം ചെയ്യുക. അല്ലെങ്കിൽ ചിലപ്പം നിങ്ങളുടെ പൈസ ലോസ് ആവാനുള്ള ചാൻസും കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇത്രയും നേരം പല ഫ്ലോസിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത്. ഇനി നമുക്ക് ഈ ഡേറ്റ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാം എന്നുള്ളതിനെ പറ്റി നോക്കാം. നിങ്ങൾ എത്ര ഇൻഫർമേഷൻ ഒരു ആപ്പിൽ കൂടുതലായിട്ട് കൊടുക്കുന്നോ അത്രയും റിസ്ക് നിങ്ങൾക്കുണ്ട് എന്നുള്ളത് ആദ്യം തന്നെ മനസ്സിലാക്കുക. രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതും യുണീക്ക് ആയിട്ടുള്ള പാസ്വേഡ്സ് ആഡ് ചെയ്ത് നോക്കുക. ഏതെങ്കിലും രീതിയിലുള്ള സസ്പിഷ്യസ് ലിങ്ക്സ് വരികയാണെങ്കിൽ അതിൽ ക്ലിക്ക് ചെയ്യാതിരിക്കുക. ഇൻ കേസ് നിങ്ങളുടെ ആപ്പിനകത്തിൽ ഒരു 2 ഫാക്ടർ ഓതന്റിക്കേഷൻ ഫീച്ചർ ഉണ്ടെങ്കിൽ അത് എനേബിൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നിങ്ങളുടെ ഡേറ്റിംഗ് ആപ്സും സോഷ്യൽ മീഡിയ പ്രൊഫൈൽസുമായിട്ട് ഒരു സെപ്പറേഷൻ കീപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, നിങ്ങളൊരു ഡേറ്റിംഗ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് അത് എത്രമാത്രം സേഫ് ആണ്, വാലിഡ് ആണ് എന്നുള്ള കാര്യം അന്വേഷിച്ചിട്ട് മാത്രം യൂസ് ചെയ്യുക. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സൈഡിൽ നിന്ന് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഡെവലപ്പേഴ്സും യൂസേഴ്സും ഈക്വലി റെസ്പോൺസിബിൾ ആണ് ഡേറ്റ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. ഡെവലപ്പേഴ്സിന് യൂസേഴ്സിന് ഒരു കൺട്രോൾ കൊടുക്കുന്ന രീതിയിലായിരിക്കണം ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യേണ്ടത്. അവർക്ക് അവരുടെ ഡേറ്റ സേഫ് ആക്കാനുള്ള എല്ലാ ഹെൽപ്പും ഡെവലപ്മെന്റ് സൈഡിൽ നിന്ന് ചെയ്തു കൊടുക്കുക. ലിമിറ്റഡ് ഡേറ്റ കളക്ഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ കുറെയൊക്കെ നമുക്ക് സേഫ്റ്റി ഉറപ്പുവരുത്താം. സോ വാലന്റൈൻസ് ഡേ ഒക്കെ വരെയാണ്. ആരെങ്കിലും ഒക്കെ ഡേറ്റിംഗ് ആപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വളരെ വിജിലന്റ് ആയിരിക്കണം. അതുപോലെ ഹാപ്പി വാലന്റൈൻസ് ഡേ ആൻഡ് സേഫ് ഡേറ്റിംഗ്.